ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കിഡിലൻ ബീഫ് കറിൻ്റെ റെസിപ്പി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫുൾ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാനിതിലേക്ക് 1/4 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലോണം കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 സവാള അരിഞ്ഞതും 3 തക്കാളി അരിഞ്ഞതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ചെറുതന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു 4-5 അല്ലി കറിവേപ്പിലയാണ് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. കൂടെ ലൈക്കും ചെയ്യണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ പച്ചമുളകും ചതച്ചെടുത്തതാണ്. അതൊരു 1.5 ടേബിൾ സ്പൂണാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ പച്ചമുളക് ഇതിലേക്ക് എടുക്കുമ്പോൾ കൂടി പോകരുത്, ഒരു പച്ചമുളക് തന്നെ എടുത്താൽ മതിയാവും. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളായിട്ട് ആർക്കും ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിഡിലൻ റെസിപ്പിയാണ് കേട്ടോ ഇത്. ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് കൈവച്ച് കുഴച്ചെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ആദ്യത്തെ വിസിൽ വരുന്നത് വരെ ഫുൾ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് പിന്നെ സിമ്മിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് ഓരോ കുക്കറിനനുസരിച്ചായിട്ട് ആയിരിക്കും വിസിലിൻ്റെ എണ്ണമൊക്കെ. അപ്പോൾ മിനിമം ഒരു 20 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെയെങ്കിലും സിമ്മിൽ വെക്കേണ്ടി വരും. അപ്പോൾ ഇതാ ബീഫൊക്കെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഇഡ്ഡലിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ രാവിലത്തെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു ഇതുണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് പണിക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ഇന്ന് വരുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് മാവ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ കൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കുക, ബാക്കി പൊറോട്ട കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ഇഡ്ഡലിയും അതുപോലെ ബീഫ് കറിയും കുക്കായി വരുന്നുണ്ട്. അപ്പോൾ ഇതാ ബീഫ് കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിത് ചൂടോടെ തന്നെ ഇതിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ടുള്ള മല്ലിച്ചപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ മല്ലിച്ചപ്പ് നമ്മൾ ഇതുപോലെ ചെറുതായി അരിഞ്ഞിട്ട് കുക്കറിലേക്ക് തന്നെ ഇട്ട് കൊടുത്താൽ മതിയാവും.
അപ്പോൾ ദാ ഇഡ്ഡലിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും പൊറോട്ട വാങ്ങി കൊടുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഉച്ചക്കത്തേക്ക് ബീഫ് കറി തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വഴുതനങ്ങ കൊണ്ടുള്ളൊരു ഉപ്പേരിയും കൂടെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. വൈകുന്നേരം ആയപ്പോഴേക്കും മോന് സ്കൂളൊക്കെ വിട്ട് വന്നു. ഇതാ വൈകുന്നേരത്തേക്ക് ചായയും മിച്ചറും ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുതേ.